ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഒരുപക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ടാവാം, പക്ഷേ നിങ്ങളുടെ വരുമാനം നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ഉയരുന്നില്ല അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ആരൊക്കെയോ കൃഷി ചെയ്ത് സക്സസ്ഫുൾ ആയി, പക്ഷെ അവർ ചെയ്ത സെയിം കൃഷി നിങ്ങൾ ചെയ്തിട്ട് അത് പരാജയപ്പെട്ടു എന്നോർത്ത് വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? കൃഷി ചെയ്യുന്നതിനായി കൂടിയ പലിശ നിരക്കിൽ കട വാങ്ങുകയും ഇപ്പോൾ ആ കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? കൃഷിയെ ഒരു ബിസിനസ് ആക്കി മാറ്റാനുള്ള അറിവില്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. കൃഷി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ കാലത്ത് എന്തിനാണ് കൃഷിക്ക് പ്രസക്തി എന്ന്. ഞാനിപ്പോൾ ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, എന്തിനാണ് ഞാൻ കൃഷിയെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത് ചോറും മീൻകറിയും ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് ചപ്പാത്തിയോ ചോറോ എന്ത് ഫുഡും തന്നെ ആകട്ടെ, കൃഷി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിൽ ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഏത് കാലത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് കൃഷി. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെ എങ്ങനെ ബിസിനസ് ആക്കി മാറ്റാം, നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ കൃഷി രീതിയെ മാറ്റാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫാം ബിസിനസ് പ്ലാൻ. ഫാം ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്തെന്ന് പറഞ്ഞു, അതിന്റെ അകത്ത് വരുന്ന സ്ട്രക്ചർ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാത്തവർ നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഒരു കൃഷി രീതിയെ എങ്ങനെ ബിസിനസ് ആക്കി മാറ്റാം. കൃഷി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു ഫാം ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്, ആ കൃഷിയുടെ മാർക്കറ്റ് വാല്യൂ എന്താണ്. നിങ്ങൾ ഒരു കൃഷി ആരംഭിക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലത്തെ ഒരു ചുരുങ്ങിയ കാലയളവിലെ ഒരു ലാഭം മാത്രം നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തുടങ്ങരുത്. ഇത് ഫ്യൂച്ചറിൽ ഇത് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ഈ ഫാം ബിസിനസ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കൃഷിയുടെ പ്ലാൻ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി തയ്യാറാക്കണം. നിങ്ങൾ ഓൾറെഡി കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ സമയം വൈകിട്ടില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ അടുത്ത മൂവ് എന്താണ്, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ കൃഷി ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കുക. പിന്നെ നിങ്ങൾ കൃഷിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഫിനാൻസ് ഒരിക്കലും എടുത്ത് നിങ്ങളുടെ വീട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. കൃഷിക്ക് വേണ്ടി, അതായത് ബിസിനസിന് വേണ്ടിയുള്ളത് ബിസിനസിന്, നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് പേഴ്സണൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക. രണ്ട് പൈസ തമ്മിൽ കൊളാബ് ചെയ്യുകയും അവസാനം നമ്മളുടെ ബിസിനസ്, അതായത് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ട് ആ കാശ് എടുക്കേണ്ടി വരുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ ബിസിനസ് തകർന്നു പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് കീ കമ്പോണൻസ് ഓഫ് എ ഫാം ബിസിനസ് പ്ലാൻ. ഒരു ഫാം ബിസിനസ് പ്ലാനിന് ആവശ്യമായ കീ കമ്പോണൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എക്സിക്യൂട്ടീവ് സമ്മറി. എക്സിക്യൂട്ടീവ് സമ്മറിയിൽ പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു സമ്മറി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഒരു നെൽകൃഷിയാണ് ചെയ്യുന്നത്. നെൽകൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എത്ര സ്ഥലത്താണ് ഈ ഒരു കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ചാൽ ഏത് മാർക്കറ്റിലാണ് നമ്മൾ എത്തിക്കാൻ പോകുന്നത്, ഏത് കസ്റ്റമറിനെയാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്, അങ്ങനെ എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, ഇനി എന്ത് ചെയ്യണം, അതെല്ലാം അടങ്ങുന്ന ഒരു സമ്മറി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. രണ്ടാമത് ഇതിനുള്ളിൽ വരുന്നതാണ് ഫാം ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ എവിടെയാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലാൻഡിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നെൽകൃഷിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു കൂൺ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് കൃഷിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഓപ്പറേഷൻസ് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു കൃഷി ഏതാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ വേണം, ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വസ്തു എന്താണ്, അതനുസരിച്ചുള്ള കൃഷി നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൂന്നാമതായി വരുന്നതാണ് മാർക്കറ്റ് അനാലിസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങളുടെ മാർക്കറ്റ്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ എന്താണ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു കൃഷി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറാണ്. അപ്പോൾ അവിടെ ഡിമാൻഡിംഗ് ആയിട്ടുള്ളത് നെല്ലാണ്. അപ്പോൾ അവിടെ നെൽകൃഷി കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന കൂണൊക്കെ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും ഡിമാൻഡിംഗ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോർത്ത് പോവുകയാണെങ്കിൽ അവിടെ ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത് ഗോതമ്പാണ്. അപ്പോൾ അവിടെ ഡിമാൻഡിംഗ് ആയിട്ടുള്ളത് ഗോതമ്പ് കൃഷിയാണ്. നിങ്ങളുടെ സ്ഥലത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ കൂടുതലായി ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്താണോ അതനുസരിച്ച് അത് മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായി കൃഷി ചെയ്യാൻ ആരംഭിക്കുക. നാലാമതായി വരുന്നത് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു കൃഷി ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കില്ല. അതിൽ ഒരു കൂട്ടം ആൾക്കാരെ എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു ബിസിനസ്, നോർമലി ഒരു ഓഫീസ് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഓരോ ജോലി ചെയ്യാൻ ഓരോ ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ മാനേജറായിട്ട് ഒരാളുണ്ടാവും, സ്റ്റാഫ്സ് കുറേ പേരുണ്ടാവും, മാർക്കറ്റിംഗ് ഒരു ടീം ഉണ്ടാവും, ഫിനാൻസ് ഒരു ടീം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുമ്പോഴാണ്
ടോട്ടലായിട്ട് നമുക്കൊരു നല്ലൊരു ഔട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് കൃഷിയും. നിങ്ങൾ ഒരു കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ കൃഷിക്ക് അനുയോജ്യമായ കുറെ ആളുകളെ, ആ കൃഷി ചെയ്യാൻ അറിയുന്ന കുറെ ആളുകളെ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം അവർ ഏതൊക്കെ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരാളെ ഇപ്പോൾ നിങ്ങൾ കൃഷിയുടെ വെള്ളം ഒഴിക്കാൻ നിയമിക്കുകയാണെങ്കിൽ മറ്റൊരാളെ വളമിടാൻ നിയമിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരികയും ചെയ്ത സാധനം തന്നെ വീണ്ടും മറ്റൊരാൾ റിപ്പീറ്റ് ചെയ്യുകയും അവിടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാകുന്നു. കാരണം ഇപ്പോൾ ഞാൻ ഒരു വളം ഇട്ടു, അപ്പൊ മറ്റേ ആൾക്ക് അറിയില്ല ഞാൻ ഇത് ചെയ്തു എന്ന്. അപ്പൊ ആ ആള് പിന്നെയും വന്ന് സെയിം ജോലിയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ആ വിളകൾ നശിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കുറെ സ്റ്റാഫ്സിനെ അല്ലെങ്കിൽ നിങ്ങൾ കുറെ കൃഷിക്കാരെ, കൃഷി പണി ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ വർക്ക് ചെയ്യാൻ നൽകുക. അടുത്തതിനുള്ളിൽ വരുന്നതാണ് ക്രോപ്പ് സെലക്ഷൻ ആൻഡ് പ്ലാനിങ്. നിങ്ങൾ ഒരു ക്രോപ്പ് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ മാർക്കറ്റിൽ അതിന് ആവശ്യക്കാരുടെ എണ്ണം എത്രയാണ്, അത് പഠിച്ചതിന് ശേഷമേ നിങ്ങൾ ഒരു ക്രോപ്പ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി ഇതിനുള്ളിൽ വരുന്നതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതായത് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച ആ വിളയെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ടാക്കുക. കാരണം നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു ഏരിയയിൽ, നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയിൽ അവിടെ ജീവിക്കുന്ന ആളുകൾ എന്താണ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അവിടുത്തെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ ചെയ്യാം. ഇപ്പോൾ നോർമലി എല്ലാവരും ഒരു സാധനം മേടിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ ഒരു ഇൻവെൻഷൻ, അതായത് ഒരു പുതിയ സാധനം കൊണ്ടുവന്നാൽ അവിടെ നിങ്ങളുടെ ആ ഒരു വസ്തുവിന് ഡിമാൻഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, അവിടുത്തെ ആളുകളുടെ ആ ഒരു നീഡിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം അവിടെ എന്ത് പുതുതായി നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്ത് നമുക്ക് അഡീഷണലി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുക. അടുത്തതായി വരുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാൻ. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് വരുന്നത്. നിങ്ങളിപ്പോൾ ഒരു കൃഷി തുടങ്ങാൻ പോവുകയാണെങ്കിൽ ആ ലാൻഡിന് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ ഇടാനുള്ള വളത്തിന് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ കൃഷി ചെയ്യാനുള്ള ആ പ്ലാന്റിന് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ എത്ര രൂപയാണ്, അങ്ങനെ വരവും ചിലവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ബഡ്ജറ്റ് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കുക. പിന്നെ അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റിസ്ക് മാനേജ്മെന്റ്. കൃഷിയാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. നമ്മളിപ്പോൾ ഒരു കൃഷിയെ എങ്ങനെ ബിസിനസ് ആക്കി മാറ്റാമെന്നാണ് ചിന്തിക്കുന്നത്. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്കറിയില്ല, ഒരുപക്ഷെ വിജയിക്കാം, ഒരുപക്ഷെ തകരാം, അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുള്ളായി ചെയ്യുകയാണെങ്കിൽ മാക്സിമം ആ ബിസിനസ് വിജയിക്കാനാണ് സാധ്യത. ഇനി നമ്മൾ കൃഷിയുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് റിസ്ക് കൂടുതലാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു റിസ്ക് ആണ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ ഒരു ക്ലൈമറ്റ്, ഇപ്പോൾ നമ്മളൊരു നെൽകൃഷി ആവട്ടെ, ഗോതമ്പ് കൃഷി ആകട്ടെ, കൂൺ, വാഴ, എന്ത് തന്നെ ആകട്ടെ, ഇപ്പോൾ ഒരു ശക്തമായ മഴ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ശക്തമായ മഴ വരികയാണെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം വരികയും കൃഷി മുഴുവനായി നശിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ ഒരു പ്രോബ്ലം മാനേജ്മെന്റ് നമുക്ക് ഓൾറെഡി നമ്മളുടെ തോട്ടിൽ ഉണ്ടാവണം. കാരണം എപ്പോഴും നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ സക്സസ്ഫുൾ ആയിരിക്കണമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, തകർച്ചയും ഉണ്ടാകാം. അപ്പോൾ ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി ചിന്തിക്കണം. ഇനി നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റ് ആയിട്ട് പറയാൻ പോകുന്നത് റിയൽ ലൈഫ് സക്സസ് സ്റ്റോറീസ് ആണ്. ഇതുപോലെ കൃഷി ചെയ്ത് റിയൽ ലൈഫിൽ സക്സസ് ആയ കുറെ ആൾക്കാരെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഭയങ്കര സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സീഡ്സ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് അവർ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഈ ഒരു ജനറേഷനിലും ഇങ്ങനെ ഫാമിങ്ങിന് ഇത്രയും വലിയൊരു സ്കോപ്പ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം എല്ലാവരും പല പല ജോലിയുടെ പിന്നാലെ പോകുന്നു, അതുപോലെ തന്നെ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആവാൻ സാധ്യതകൾ വളരെ ഏറെയുള്ള ഒരു ഫീൽഡാണ് ഫാമിംഗ്. നോർമൽ നമുക്ക് എപ്പോഴും പരാജയം പറ്റുന്നത് കർഷകർക്ക് അതിലെ ബിസിനസ് സ്ട്രാറ്റജി അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ബിസിനസ് നോളജും ഈ ഫാമിങ്ങിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഫാമിംഗ് നമുക്കൊരു സക്സസ്ഫുൾ ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കും, ലൈക്ക് ഈ കമ്പനികൾ പോലെ. ഈ ഒരു കമ്പനി മാത്രമല്ല, ഇതുപോലെ സക്സസ്ഫുൾ ആയ മറ്റൊരു കമ്പനിയാണ് ഓർഗാനിക് ഫ്രൂട്ട് ഫാംസ് IPM സക്സസസ്. ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിൽ കൃഷി ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ, അതുപോലെ വിദേശത്ത് ഇതുപോലെ കൃഷി ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരു കമ്പനിയാണ് യങ് അഗ്രികൾച്ചർ എന്റർപ്രണർ. അവർ ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ട്രഡീഷണൽ ആയിട്ട് അവരൊരു കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു, അതിനെ അവരൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി മാറ്റി. അതായത് നോർമൽ കൃഷിനെ അവർ ഒരു ബിസിനസ് ആക്കി അത് വളരെ സക്സസ്ഫുൾ ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ ഒരാളാണെന്ന് ചിലർ സങ്കടപ്പെട്ട് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു കൃഷി ഒരു ബിസിനസ് ആക്കി മാറ്റിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ നിന്നും ഉയരത്തിൽ നിങ്ങൾക്ക് ഫണ്ട്, അതായത് പ്രോഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇനി നമുക്ക് നാലാമത്തെ സെഗ്മെന്റ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു ഡെവലപ്പ് യുവർ ഫാം ബിസിനസ് പ്ലാൻ. അതിനുള്ളിൽ വരുന്ന കുറെ സബ് ആർട്ടിക്കിൾസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യമാണ് സെപ്പറേറ്റ് ഫിനാൻസ്. ഞാനിത് ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫിനാൻസിനെ സെപ്പറേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യത്തിനുമായി കാശ് സെപ്പറേറ്റ് ചെയ്യുക. പേഴ്സണൽ ആവശ്യത്തിന്റെ കാശ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫാമിങ്ങിന് വേണ്ടി മാറ്റിവെച്ച കാശ് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ മറ്റ് രണ്ടും കൂടെ കൊളൈഡ് ആവുകയും ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ കാശില്ലാതെ വരികയും നിങ്ങളുടെ ബിസിനസ് തകരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. രണ്ടാമത് ഇതിനുള്ളിൽ നമുക്ക് പറയേണ്ടതാണ്
കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. നിങ്ങളുടെ മാർക്കറ്റിൽ വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടെത്തുക. അതനുസരിച്ച് നിങ്ങളുടെ കൃഷിയിൽ മാറ്റങ്ങൾ വരുത്തുക. അതാണ് നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യം. മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എക്സ്പ്ലോർ വാല്യൂ അഡിഷൻ. നിങ്ങൾ ചെയ്യുന്ന കൃഷിയിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും മാറ്റം വരുത്തി, ചിലപ്പോൾ നമുക്കറിയാം ഹൈ ക്വാളിറ്റി സീഡ്സിന് വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന അതിൽ എന്തൊക്കെ മാറ്റം വരുത്തി നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ കൂട്ടാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് തുടങ്ങാനൊക്കെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാം. അവിടെയാണ് ഈ ഒരു സ്കീമിന്, ഈ ഒരു പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കീംസിനെ ആശ്രയിക്കാവുന്നതാണ്. കാശ് ഇല്ലാത്ത സമയത്ത് ഒത്തിരി കർഷകരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തന്നെ ഒത്തിരി സ്കീംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളത് ഏത് സെക്ഷൻ ആണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ആ ഒരു സ്കീമിന് അപേക്ഷിക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പ്ലാൻ ലോങ് ടേം. അതായത് ഒരു ഇമീഡിയറ്റ് റിസൾട്ടിന് വേണ്ടി ഒരു ചെറിയ പ്ലാൻ അല്ല നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേണം നിങ്ങളുടെ പ്ലാൻ തയ്യാറാക്കാൻ. ഇന്ന് കൃഷി ചെയ്ത് നാളെ വിറ്റ് അതിൽ നിന്ന് ഒരു 5,000 രൂപയോ 10,000 രൂപയോ അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇന്ന് കൃഷി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലായിരിക്കും ഫ്യൂച്ചറിൽ ഈ ഒരു കൃഷി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് വൈഡായി ചിന്തിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇത് ആരംഭിക്കാൻ പാടുള്ളൂ. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നും ഫ്യൂച്ചറിൽ ഈ ഒരു കൃഷി എങ്ങനെ വലിയൊരു ബിസിനസ് ആക്കി മാറ്റാമെന്നും ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങുക. അതിനുവേണ്ടി ഒരു നല്ലൊരു പ്ലാനും തയ്യാറാക്കുക. അടുത്ത നമ്മൾ 5ാമത്തെ സെഗ്മെന്റായി നോക്കാൻ പോകുന്നതാണ് റിസോഴ്സസ് ആൻഡ് ഗവൺമെന്റ് സ്കീംസ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് തന്നെ കുറേ സ്കീംസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലോൺസ് ഒക്കെ നേടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം അത് തിരിച്ചടയ്ക്കാം. അത്തരത്തിൽ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഇപ്പോൾ കുറച്ച് സ്കീം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് മാത്രമല്ല ഒത്തിരി സ്കീംസ് ഇതുപോലെ ഉണ്ട്. ഈ ഒരു സ്കീമിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഈ ഒരു സ്കീമിലൂടെ പ്രധാനമായിട്ട് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് വളരെ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫണ്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമുക്ക് അതിന്റെ പലിശ നിരക്ക് വളരെ കുറവാണ്. നമുക്ക് അതിലൂടെ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫണ്ട് മാത്രമല്ല അതുപോലെ തന്നെ കുറെ അഗ്രികൾച്ചറൽ ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. അതിലൂടെ നമുക്ക് എക്യുപ്മെന്റ്സ്, കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ എക്യുപ്മെന്റ്സ്, അതുപോലെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ നോളജ്, ഫിനാൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ നേടാൻ സാധിക്കും. ഞാൻ ആദ്യം തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൃഷി ചെയ്യുന്നത് ഒരു കുറഞ്ഞ ഒരു താഴ്ന്ന ജോലിയായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതിന്റെ കാലമൊക്കെ മാറി കൃഷി നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റി നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ഈ ഒരു കൃഷിയിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവായി നിങ്ങളിൽ എത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മണി റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ് കോഴ്സസ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യുക. അത് മാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച്, ഇതുപോലെ ബിസിനസ് റിലേറ്റഡ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് പുതിയ വീഡിയോ ചെയ്യാവുന്നതാണ്.